നമസ്കാരം. പഹൽഗാം ഭീകരാക്രമണത്തെയും ഓപ്പറേഷൻ സിന്ദൂറിനെയും കുറിച്ചുള്ള വിവരങ്ങൾ കേന്ദ്ര സർക്കാർ മറച്ചു വയ്ക്കുകയാണെന്നും പഹൽഗാമിലെ ഭീകരർ പാകിസ്ഥാനിൽ നിന്നുള്ളവർ തന്നെയാണെന്നതിൽ ഉറപ്പില്ല എന്നും പറഞ്ഞ മുതിർന്ന കോൺഗ്രസ് നേതാവും മുൻ ആഭ്യന്തരമന്ത്രിയുമായ പി ചിദംബരത്തിനെതിരെ കേന്ദ്രമന്ത്രി അമിത്ഷാ. ഭീകരർ പാകിസ്ഥാനികളാണെന്നതിന് തങ്ങളുടെ പക്കൽ തെളിവുണ്ട് എന്ന് അമിത്ഷാ പാർലമെന്റിൽ പറഞ്ഞു. പ്രതിപക്ഷ നേതാവ് പാകിസ്ഥാനെ രക്ഷിക്കാൻ ശ്രമിക്കുന്നുവെന്ന് ഷാ വിമർശിച്ചു. കോൺഗ്രസ് പാകിസ്ഥാന് ക്ലീൻ ചിറ്റ് നൽകുന്നുവെന്നും ഷാ പറഞ്ഞു. പഹൽഗാം ഭീകരാക്രമണത്തിലെ കുറ്റവാളികൾ മരിച്ചുവെന്ന് അറിയുമ്പോൾ പ്രതിപക്ഷം സന്തോഷിക്കുമെന്ന് താൻ കരുതി, പക്ഷേ അവർ അസ്വസ്ഥരാണ് എന്ന് തോന്നുന്നു. അമിത്ഷാ പ്രതിപക്ഷത്തെ പരിഹസിച്ചുകൊണ്ട് പറഞ്ഞ വാക്കുകളായിരുന്നു ഇത്. ആർമിയുടെയും CRPFന്റെയും ജമ്മു കശ്മീർ പോലീസിന്റെയും സംയുക്ത സൈനിക നടപടിയായ ഓപ്പറേഷൻ മഹാദേവിലൂടെ പഹൽഗാം ഭീകരാക്രമണത്തിൽ പങ്കെടുത്ത 3 ഭീകരവാദികളെ വധിച്ചു എന്നും അമിത്ഷാ പറഞ്ഞു. സുലൈമാൻ, അഫ്ഗാൻ, ജിബ്രാൻ എന്നിവരെയാണ് സുരക്ഷാ സേന വധിച്ചത്. ലഷ്കർ-ഇ-തോയ്ബയുടെ A കാറ്റഗറി കമാൻഡറാണ് സുലൈമാൻ. അഫ്ഗാൻ ലഷ്കർ-എയുടെ A കാറ്റഗറി ഭീകരവാദിയാണ് ജിബ്രാനും. ബൈസരൻ താഴ്വരയിൽ നമ്മുടെ പൗരന്മാരെ കൊലപ്പെടുത്തിയ ഈ 3 പേരെയും ഇല്ലാതാക്കി കഴിഞ്ഞു. പഹൽഗാം ആക്രമണത്തിന് പിന്നാലെ കൊല്ലപ്പെട്ടവരുടെ കുടുംബാംഗങ്ങളെ സന്ദർശിച്ചിരുന്നു. വിവാഹം കഴിഞ്ഞ വെറും 6 ദിവസത്തിനിപ്പുറം വിധവയായ യുവതിയെ കണ്ടു. ആ രംഗം തനിക്ക് ഒരിക്കലും മറക്കാൻ കഴിയില്ല എന്നും അമിത്ഷാ കൂട്ടിച്ചേർത്തു. നേരത്തെ ദ ക്വെന്റിന് നൽകിയ അഭിമുഖത്തിലായിരുന്നു ചിദംബരം വിവാദ പരാമർശങ്ങൾ നടത്തിയത്. ചിദംബരം നേരത്തെ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: എവിടെയാണ് പഹൽഗാമിൽ ഭീകരാക്രമണം നടത്തിയ ഭീകരർ? അവരെ നേരിടാത്തത് എന്തുകൊണ്ട് അവരെ തിരിച്ചറിഞ്ഞത് പോലുമില്ല? ഭീകരർക്ക് സഹായം ചെയ്തുവെന്ന പേരിൽ കുറച്ചുപേരെ അറസ്റ്റ് ചെയ്ത വാർത്ത വന്നിരുന്നു. അവർക്ക് എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്? പല ഉദ്യോഗസ്ഥരിൽ നിന്ന് പലപ്പോഴായി പുറത്തു വന്ന ചില വിവരങ്ങൾ മാത്രമേ ഇതിനെപ്പറ്റിയുള്ളൂ. ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് സിംഗപ്പൂരിൽ ചെന്ന് പറഞ്ഞതിൽ നിന്ന് ചില വിവരങ്ങൾ കിട്ടി. സൈനിക ഉപമേധാവി മുംബൈയിൽ നടത്തിയ പ്രസ്താവനയിൽ നിന്ന് ചിലത് കിട്ടി. ഇന്തോനേഷ്യയിൽ നാവികസേനയിലെ ഒരു ജൂനിയർ ഉദ്യോഗസ്ഥൻ ഒരു പ്രസ്താവന നടത്തി. എന്നാൽ എന്തുകൊണ്ടാണ് പ്രധാനമന്ത്രിയോ പ്രതിരോധ മന്ത്രിയോ വിദേശകാര്യ മന്ത്രിയോ ഒരു സമഗ്ര പ്രസ്താവന നടത്താത്തത്? ഓപ്പറേഷൻ സിന്ദൂറിൽ നമുക്ക് തന്ത്രപരമായ തെറ്റുകൾ സംഭവിച്ചിട്ടുള്ളത് മറയ്ക്കാനാണോ ഇത്തരം നീക്കമെന്നും സംശയിക്കേണ്ടിയിരിക്കുന്നു. നമ്മൾ തന്ത്രം പുനഃപരിശോധിച്ചു. CDS ഇതേക്കുറിച്ച് സൂചന നൽകി. എന്ത് തന്ത്രപരമായ തെറ്റുകളാണ് നമുക്കുണ്ടായത്? എന്താണ് പുനഃപരിശോധിക്കേണ്ട തന്ത്രങ്ങൾ? ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാനുള്ള പ്രാപ്തി BJP സർക്കാരിനില്ലേ എന്നാണ് ചിദംബരം ചോദിച്ചത്. അതില്ലെങ്കിൽ അവരതിന് ഉത്തരം പറയാൻ താല്പര്യപ്പെടുന്നില്ല എന്ന് കരുതണമെന്നും അദ്ദേഹം പറഞ്ഞു. ഇതിന് കൃത്യമായൊരു മറുപടി എന്ന രീതിയിലാണ് ഓപ്പറേഷൻ മഹാദേവിലൂടെ ലോക്സഭയിൽ ആഭ്യന്തരമന്ത്രി അമിത്ഷാ പ്രതികരണമായി നടത്തിയത്.